മെഴുകാണ് കത്തോന്ന്. ഹലോ ട്രാവലിംഗ് മെമ്പേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ദിവസം, ഇന്ന് നമുക്ക് വർക്കുണ്ട്. അതിന് മുന്നേ കുറേ സ്ഥലത്ത് പോകാനുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ വർക്ക്. വൈകുന്നേരത്തെ ഈവനിങ് റിസപ്ഷനാണ്. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് തയ്യക്കടയിലൊന്ന് പോകണം. നമ്മുടെ ബോയ്സിൻ്റെ കോസ്റ്റ്യൂമിന് അളവ് കൊടുക്കണം. അങ്ങനെ അതിന് പോകണം. ഉണ്ണിമോളൊക്കെ രാവിലെ വിട്ടു കേട്ടോ. അവർക്ക് 8 മണിയാകുമ്പോൾ സ്കൂളിൽ ബെല്ലടിക്കണം. അപ്പോൾ ആ സമയത്ത് ഉണ്ണിമോളൊക്കെ പോയി കഴിഞ്ഞു. ഞങ്ങൾ 9 മണിക്ക് ഇറങ്ങി. അവിടെ തയ്യക്കടയിലെത്തി. ആൻറ്റിയുടെ നമ്മുടെ കോസ്റ്റ്യൂം ഫുൾ ഈ ആൻറ്റിയാണ് കേട്ടോ തയ്ക്കുന്നത്. അത് പേരുക്കടയിലുള്ള ഒരു സ്റ്റിച്ചിങ് സെൻറ്റർ. ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. നട്ടുച്ചയ്ക്ക് വെയിലെത്തിയാണ് തിരിച്ചെത്തിയത്. അത് കഴിഞ്ഞ് തൻ്റെ വീട്ടിലെത്തി. കോസ്റ്റ്യൂം ഒന്നും അടുക്കി വെച്ചിട്ടില്ല. അപ്പം വൈകുന്നേരത്തെ കോസ്റ്റ്യൂമൊക്കെ എടുത്ത് വെച്ചു. ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ വീണ്ടും റെഡിയായിട്ട് പ്രോഗ്രാം സ്ഥലത്ത് പോകാനെത്തി. നമ്മുടെ പിള്ളേരെല്ലാം വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ആറ്റിങ്ങലിനടുത്ത് കോരാണി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, ആറ്റിങ്ങൽ പോകണ്ട, അതിന് കോരാണി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഓഡിറ്റോറിയമാണ്. രേവതി കൺവെൻഷൻ സെൻറ്റർ എന്നാണ് പേര്. അപ്പം ഈവനിങ് റിസപ്ഷനാണ്. 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. പക്ഷേ ഈ കുഞ്ഞുങ്ങൾ പോലും വന്നിട്ടില്ല കേട്ടോ. ഇതാണ് സ്റ്റേജിലൊക്കെ പണി നടക്കുന്നതേ ഉള്ളൂ. എന്തായാലും ടൈം ഉണ്ട്, 6 മണിയാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇച്ചിരി നേരം അവിടെ കറങ്ങിയൊക്കെ നിന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം വന്ന് മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് നമ്മുടെ ആങ്കർ കൂടി കേട്ടോ. നല്ല അടിപൊളി ആങ്കറാണ് കേട്ടോ. രേഷ്മ എന്നാണ് പേര്. ഞങ്ങളിങ്ങനെ സംസാരിച്ചിരിക്കുന്ന വേറെയല്ല, ഗോപ്രോയെ കുറിച്ചിട്ടാണ്. ക്യാമറ ഗോപ്രോ ഇപ്പം യൂസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് നമുക്ക് ഏറ്റവും എളുപ്പം യൂസ് ചെയ്യാൻ ഐഫോണാണ് നല്ലത്. ഗോപ്രോ ഇച്ചിരി പാടാണ്, ലാപ്പ് വേണം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റെഡിയായി. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. 6 പെർഫോമൻസ് ഉണ്ടായിരുന്നതിൽ 5 പെർഫോമൻസ് ചെയ്താൽ മതിയായിരുന്നു. കാരണം ആളൊക്കെ വളരെ കുറവായതുകൊണ്ട് അത്രയും ചെയ്താൽ മതിയായിരുന്നു. ഇത് ലാസ്റ്റ് പെർഫോമൻസ് ഫ്ലാഷ് മോബിന് തൊട്ട് മുന്നേയുള്ള പെർഫോമൻസ് ആണ് കേട്ടോ. അങ്ങനെ ഫ്ലാഷ് മോബൊക്കെ കഴിഞ്ഞു. പയ്യനും പെണ്ണും ഒക്കെ അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിച്ചിട്ട് ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. രേവതി ഓഡിറ്റോറിയത്തിന് യാത്ര പറഞ്ഞ് നേരെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് നടന്ന സംഭവമാണ് ഇനിയുള്ളത്. നമ്മുടെ കൂട്ടത്തിലൊരു കള്ള തിരുമാലി അവന്റെ ബർത്ത്ഡേ മറച്ചു വെച്ച് വേറൊന്നും കൊണ്ടല്ല, വേറൊന്നുമല്ല, നമുക്ക് ചെലവ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കള്ള തിരുമാലി അവന്റെ വായന്ന് അറിയാതെ വീണു പോയതാണ് ബർത്ത്ഡേ കാര്യം. ചെലവ് ചെയ്യാൻ മടിച്ചാണ് ഈ കള്ള തിരുമാലി ഇതെല്ലാം കാണിച്ചത്. സത്യമായിട്ട് എനിക്ക് ചില ചെയ്യണോ, പക്ഷെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. ഞാൻ ഇപ്രാവശ്യം ഞാൻ സുപ്രീം വൈഫിന്റെ അടുത്ത് പറഞ്ഞ് ഒരു കേക്കിന് 35 രൂപ. അത് ക്രീം ബണ്ണെന്ന് പറയും. അത് വൈറലായ ഒരു ബണ്ണാണ്. കണ്ടിട്ടുണ്ട് സുപ്രീം ക്രീം ബണ്ണ്. അതെ, ആ ബണ്ണ് എനിക്ക് വാങ്ങിച്ചു തരണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. വേണ്ട, ഞാൻ വാങ്ങിച്ചു നിങ്ങൾക്ക് തരണമെന്നുണ്ടായിരുന്നു എനിക്ക്. അത് മതി. വെഴുകല്ലേ ഒട്ടും തെറിക്കോ? ഇവിടെ കറച്ച് ചെയ്യാ പേപ്പറിലാക്കിട്ട് ഒരു ലൈറ്റർ കൊണ്ട് തട്ടോ. ലൈറ്റല്ലേ തീപ്പെട്ടി ഉണ്ടോ? അതുമില്ല. അപ്പൊ ഇത്ര കത്തിയായില്ലേ? കത്തി കിട്ടിയ ഈ ഗുണ്ട ആദ്യം കത്തിച്ച് നമുക്ക് ആദ്യം ഇത് കത്തിച്ച് നോക്കാം. ഇതാദ്യം കത്തിച്ച്. അപ്പൊ ഗൈസ് നമ്മളൊരു പുതിയ ഐറ്റം കണ്ടുപിടിച്ചായിരുന്നു. ഇതാണ് ഗുണ്ട്. ബർത്ത്ഡേ ഗുണ്ട്. പൊട്ടിത്തെറിക്കോ നീ നിൽക്കണേ നല്ലത്. ചിലപ്പോ ഇങ്ങനെ പൂക്കുറ്റിയോലെ പോകുമായിരിക്കും. മുകളിലല്ലോ പോകും. ബർത്ത്ഡേ ആയിട്ട് സർപ്രൈസ് കൊടുത്തേന്. ഇനി അടുത്ത അമിട്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ അബി. ഈ ഓൺ ചെയ്യറാ പാർക്കിട്ടോ. ചോറ് പോലെ ആയി കേക്ക് ഗൈസ്. ചോറ് വാരത്തിന് പോലെയാണ്. ഷുഗർ കട്ടാ. ഇത് ഷുഗർ ഇല്ലെന്ന് കടക്കാരൻ പറഞ്ഞു. വീട് ഓരോ നീ എടുക്കാതെ പൊക്കോണം. അപ്പോൾ ഓക്കെ. പാളയം അണ്ടർ പാസേജിൽ കൂവാത്ത ആൾക്കാർ ട്രിവാൻഡ്രത്ത് വളരെ കുറവായിരിക്കും അല്ലേ. അങ്ങനെ ഞങ്ങൾ പാളയം അണ്ടർ പാസേജിൽ കൂവി.
എല്ലാവരോടും ബായ് പറഞ്ഞ് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.